ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അർട്ടീമിയെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അർട്ടീമിയെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അർട്ടീമിയ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയ സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഹാച്ചായി. അന്ന് കുറച്ച് എഗ്ഗേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു ബോട്ടിൽ കിട്ടുന്ന ആ എഗ്ഗ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് സന്തോഷത്തോടു കൂടി നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇതാ നമ്മൾ അർട്ടീമിയയുടെ ആ വലിയ സൈസ്, അന്ന് കണ്ടതിനേക്കാളും വലിയ സൈസിലേക്ക് എത്തും ചെയ്തു. അർട്ടീമിയ അതാ എഗ്ഗായി, ഇഷ്ടം പോലെ എഗ്ഗായിട്ടുണ്ട്. അത് നമ്മൾ അർട്ടീമിയയുടെ എഗ്ഗാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അവർ ഹാച്ചായിട്ട് അവരെന്നെ മുട്ടയിട്ട് ഇനി ഇതിൽ തന്നെ വിരിയും. അപ്പോൾ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് അതിൻ്റെ സൈഡിൽ നിന്നൂടെ നമുക്ക് സ്പൂൺ കൊണ്ട് നമുക്ക് കളക്ട് ചെയ്യുകയോ ചെറിയൊരു നല്ല അരിപ്പെടുത്തിട്ട് നമുക്ക് അത് കളക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെ എഗ്ഗ് മെയിനായിട്ട് മുകളിൽ പാറി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതാണ് അർട്ടീമിയയുടെ ഹെഡ്ജ്. നമുക്ക് എഗ്ഗ് കളക്ട് ചെയ്യാൻ വളരെ എളുപ്പം. മുകളിൽ പാറി നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുക. അർട്ടീമിയ ഒരു പരക്കാൻ പായുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വേറെ പാത്രത്തേക്ക് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അന്നത്തേക്കാളും വലിയ സൈസിലുള്ള അർട്ടീമിയ നമുക്ക് ഇതിൽ കാണാം. ഇതാ വലിയ സൈസിലേക്ക് നമ്മൾ അർട്ടീമിയ എത്തിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് ഹാച്ചായിട്ട് എഗ്ഗ് കിട്ടിയത്, ഇത്രയും എഗ്ഗ് കിട്ടും ഞാനും പ്രതീക്ഷിച്ചില്ല. അന്ന് വളരെ കുറച്ച് വർഷം നമുക്ക് ഇഷ്ടം പോലെ എഗ്ഗ് കിട്ടി. അപ്പോൾ നമുക്കിനി ഇത് എനിക്ക് വലിയൊരു ബേസിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ രേഖപ്പെടുത്തി ഒരുപാട് അറിവുകൾ നമുക്ക് അതിന് കിട്ടി. പലരും പറയുന്നുണ്ടായിരുന്നു വലിയൊരു ഫ്രിഡ്ജ് കേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്രോത്തും കിട്ടും, വളരെ പെട്ടെന്ന് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവും, എഗ്ഗ് നമുക്ക് ഹാച്ച് ചെയ്യാൻ പറ്റും. അതുകൂടി നോക്കുന്നുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് കേസാണെങ്കിൽ അതിലേക്ക് നമുക്ക് നല്ല എയറേഷനൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളെ നല്ല വലിയ സൈസിലുള്ളത് നമുക്ക് കാണാം. ഇതാ വലിയ സൈസിലുള്ളത്, മെച്ചോർഡായിട്ടുള്ളതൊക്കെ വലിയ സൈസിലുള്ള നമുക്ക് പോകുന്നത് കാണാം. അപ്പോൾ നമ്മളെ എഗ്ഗ് നല്ലോണം അവർ ഇപ്പോൾ എഗ്ഗ് ഇടാൻ തുടങ്ങി. നമുക്ക് എഗ്ഗ് ഇതാ ശരിക്കും കാണാൻ പറ്റും. ഇതാ സൈഡിൽ കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എഗ്ഗും കാണാൻ പറ്റും. ആ വലിയ മെച്ചോർഡായിട്ടുള്ള ആ അർട്ടീമിയ നമുക്ക് അതിനൂടെ ഇഴഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെയധികം അത്ഭുതം നമുക്ക് തോന്നി, നമുക്ക് വളരെ സന്തോഷവും തോന്നി. നമുക്ക് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്രയും എഗ്ഗ് നമുക്ക് കിട്ടുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇത്രയും വലിയ സൈസിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പരാജയപ്പെട്ട് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തി. അതും ഡബിൾ സന്തോഷം തരുന്ന രീതിയിൽ നമുക്ക് അവർ എഗ്ഗും നമുക്ക് ഈ രീതിയിൽ എഗ്ഗ് നമുക്ക് തരാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇത് കളക്ട് ചെയ്യണം. ഇപ്പോൾ ഇത് കളക്ട് ചെയ്താൽ വളരെ കുറച്ച്, എത്രയോ മില്ലിഗ്രാം തൂക്കത്തിലുള്ള എഗ്ഗ് നമുക്ക് ഇന്ന് കിട്ടുള്ളൂ. നല്ല നമുക്ക് നമുക്ക് ചെറിയൊരു ടീസ്പൂണ് ഒരു തലപ്പ് വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ഫ്രിഡ്ജിൻ്റെ കേസിലേക്കൊക്കെ മാറ്റിയാൽ മാത്രമേ ഇവർ നന്നായിട്ട് എഗ്ഗ് ലേ ചെയ്യുള്ളൂ. ഇപ്പോൾ അവർക്ക് ഞാൻ ഈസ്റ്റാണ് കൊടുക്കുന്നത്. ഡെയിലി ഞാൻ ഈസ്റ്റ് കലക്കി കൊടുക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഈസ്റ്റ് കലക്കി കൊടുക്കുക. അതുകൊണ്ട് ആ ഈസ്റ്റ് നന്നായിട്ട് ഇവർ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല സെറ്റായി. പിന്നെ എയറേഷൻ കൂടിയും കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ പാടയും കൂടി കെട്ടി നിൽക്കാത്ത രീതിയിൽ നമുക്ക് ഇത് കിട്ടും. അതാണ് എയറേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എയറേഷൻ എപ്പോഴും ഇതിൽ പാസ്സാവും. മറ്റേ നമ്മൾ ഈസ്റ്റ് കുലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൊരു പാട കെട്ടിപ്പോവും. അപ്പോൾ ഒരു എയർ കിട്ടാതെ ഡെഡായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് എയറേഷൻ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു നല്ല ഗ്രോത്തും കിട്ടും, നല്ല ആക്റ്റീവാണ്. അപ്പോൾ എത്ര രീതിയിലും അവർ നല്ല ആക്റ്റീവിലൂടെ ഇവരിപ്പോൾ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വലിയൊരു പാത്രത്തേക്ക് ഇടണം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു സന്തോഷം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തത്. അത്രയും സന്തോഷം തോന്നി, നമുക്ക് എഗ്ഗും കൂടിയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആണ് പറയുക. എല്ലാവർക്കും ഗുഡ് ബൈ.